നമ്മുടെ കാക്കത്തമ്പ്രാട്ടിയുടെ കല്യാണമായിന്ന്. കാണാൻ ഒരു ചേലുമില്ലെന്ന് പറഞ്ഞു കുറച്ച് നാളായി കാക്കത്തമ്പ്രാട്ടി നല്ല ഒരു ബ്യൂട്ടി പാർലർ തിരക്കി നടക്കുകയാ. എന്തായാലും 2 ദിവസം മുമ്പ് അങ്ങനെ ഒരു ബ്യൂട്ടി പാർലർ കാക്കത്തമ്പ്രാട്ടി കണ്ടുപിടിച്ചു. കൊക്കിനെ പോലെ തന്നെയും സുന്ദരിയാക്കണമെന്ന് പറഞ്ഞ് കാക്കത്തമ്പ്രാട്ടി കസേരയിൽ കയറിയിരുന്നു. പിന്നെ നടന്നത് പറഞ്ഞാലും തീരില്ല. കൂട്ടുകാരെ, കണ്ടു തന്നെ അറിയൂ. കുഞ്ഞിനൊരാഗ്രഹം എന്താണെന്നോ? ഫിലിം സ്റ്റാർ ആകാൻ. തക്കം പാർത്തൊരു കുറുനരി അവളെ സിനിമാ വലയ്ക്കകത്താക്കി. അത്യാഗ്രഹം പൂണ്ട മാതാപിതാക്കൾക്കും അതിമോഹമുള്ള എടുത്തുചാട്ടക്കാർക്കും ഇതാ ഒരു താക്കീത്. അതാണിനി കാറ്റാടി. കാറ്റാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കോലം കുറുക്കൻ കോഴിപ്പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി. കുറ്റിക്കാട്ടിൽ ആകെ വിവാദമായിരിക്കുകയാണ് ഈ സംഭവം. നിറകണ്ണുകളോടെ കോഴിക്കുടുംബം. ഇതാണ് മൊട്ടത്തോട് ഗ്രാമത്തിലെ കാണാതായ കോഴിയുടെ വീട്. ഹൃതിക് റോഷൻ എന്ന പൂവൻ കോഴിയുടെയും കള്ളിച്ചെല്ലമ്മ എന്ന പിടക്കോഴിയുടെയും ഏകമകളായ കൊക്കിക്കോഴിയെയാണ് കാണാതായത്. തട്ടിപ്പ് വീരൻ കോലൻ കുറുക്കൻ കൊക്കിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അയ്യോ, എന്റെ പൊന്നു മോളെ. കാര്യങ്ങൾ ഒന്ന് വിശദമായി പറയാമോ ചേച്ചി? എന്റെ പൊന്നു സാറുമാരെ, എന്റെ കന്നി മുട്ടയാണ് കൊക്കി. അതിനെ അടയിരുന്ന് വിരിയിച്ച് താഴത്ത് വെച്ചാൽ കാക്ക കുത്തിക്കൊണ്ടു പോകും, തലയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞാണ് ഞാൻ വളർത്തിയത്. എല്ലാം പോയില്ലേ സാറുമാരെ, എല്ലാം പോയി. എങ്ങനെ? ദേ, ആ കരിമ്പാറ ഗുഹയിലാ കഴിഞ്ഞ ആഴ്ച സിനിമ പിടിക്കാനെന്നും പറഞ്ഞ തട്ടിപ്പുകാരൻ കുറുക്കൻ വന്ന് താമസിച്ചത്. ഞാനിവിടെ ഒരു സിനിമ ലൊക്കേഷൻ നോക്കാൻ വന്നതാണ്. ദേ, ആ ഗുഹയിലാണ് ഞാൻ താമസിക്കുന്നത്. സാറേ 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 ആ സിനിമ നടി മൈലമ്മ മാധവനെ അറിയാമോ? പിന്നെ അറിയാവുന്ന കൊള്ളാം. എത്ര നടിമാരെ ഞാൻ സിനിമയെ കൊണ്ടുവന്നിട്ടുള്ളത്. സാറേ, എന്റെ കൊക്കിമോളെ കൂടി സിനിമയിൽ എടുക്കുവോ സാറേ? എവിടെ? ഞാൻ കുട്ടിയെ ഒന്ന് കാണട്ടെ. എന്റെ പുതിയ ചിത്രമായ കാച്ചിയെണ്ണ എന്ന സിനിമയിലെ നായിക കൊക്കി തന്നെ. ഹലോ, പ്രൊഡ്യൂസർ കരിക്കിരി എണ്ണനല്ലേ? ഞാൻ സംവിധായകനും നടനുമായ കോലനാണ് സംസാരിക്കുന്നത്. അതെ, നമ്മുടെ പുതിയ സിനിമയിലെ നായിക ഇനി വേറെ എങ്ങും നോക്കേ വേണ്ട. ഓക്കെ. അങ്ങനെ കുറുക്കൻ കോഴിക്കുടുംബവുമായി കൂടുതൽ അടുത്തു. അത് ഒരു ചതിക്കുഴിയാണെന്ന് അവർ അറിഞ്ഞില്ല. പരിചയപ്പെട്ടതിന് ശേഷം കോലൻ കോഴിക്കുടുംബത്തിന് ധാരാളം സഹായങ്ങൾ ചെയ്തു. എന്നും രാവിലെ കോലൻ കുറുക്കൻ ഗുഹയുടെ മുന്നിൽ അരി വിതറിയിട്ട് കൊക്കിയെ വിളിക്കുമായിരുന്നു. കൊക്കിമോളെ, നാളെ തന്നെ നമുക്ക് മദ്രാസിലെ കുറ്റിക്കാടിലേക്ക് പോകണം. അവിടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. മോള് റെഡിയായി നിൽക്കണം. അയ്യോ സാറേ, ഞങ്ങളും വരട്ടെ, താരങ്ങളെയൊക്കെ ഒന്ന് കാണാമല്ലോ. അത് വേണ്ട, ആദ്യം കൊക്കിമോളെ കൊണ്ടുപോകും. എന്നിട്ട്
അമ്മയെയും അച്ഛനെയും കൊണ്ടുപോകും. ഓക്കെ? എന്റെ കൊക്കുമോളെ, നീ ഒരു വലിയ സിനിമ നടിയെ തിരിച്ചു വാ. ഇപ്പോഴത്തെ നടിമാരൊക്കെ ഭയങ്കര അഭിനയായിരിക്കണം മോള്. എന്റെ ചക്കന് ഒരു സൂപ്പർ സ്റ്റാർ ആകണം. പോയി വാ മോളെ, ഒരുപാട് പണവുമായി തിരിച്ചു വരണം. എന്നിട്ട് വേണം അച്ഛനൊന്ന് റെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ അവർ യാത്രയായി. ചതിക്കുഴി അറിയാതെ കൊക്കിയെ അമ്മയും അച്ഛനും ആർത്തിയോടെ യാത്രയാക്കി. അവൾ പോകയാ കുളിർക്കാലമാ. ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞു. കൊക്കി തിരിച്ചു വന്നില്ല. കുറുക്കനെ പറ്റിയും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ചേച്ചി അവരുടെ ഫോണിൽ വിളിച്ചില്ലായിരുന്നോ? ഫോൺ നമ്പറൊന്നും ഇല്ലായിരുന്നു മോനെ. ഞാനാണെങ്കിൽ ഫോൺ ഡയറക്ടറിയിലെ എല്ലാ നമ്പറിലും വിളിച്ചു നോക്കി. എന്നിട്ടും എന്റെ കൊക്കുമോളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല മോനെ. ദുഃഖിതരായ കോഴിയച്ഛനും കോഴിയമ്മയും കൂടിനു മുന്നിൽ മോൾ തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കോലൻ കുറുകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നിട്ടും കൊക്കിമോളെ കണ്ടെത്താനായില്ല. കോലനെന്ന തട്ടിപ്പുവീരനെ കടുവ പോലീസ് ചോദ്യം ചെയ്തു. എന്റെ പൊന്നു മോനെ, ആദ്യം കുറുക്കനെ ചോദ്യം ചെയ്തിട്ടും അവനൊന്നും പറഞ്ഞില്ല. അവസാനം ഞങ്ങളെല്ലാം കൂടി അവന്റെ വയറിന്റെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോ എന്റെ പൊന്നു മോളെ, അയ്യോ. ശരിയും തെറ്റും തിരിച്ചറിയാതെ ചതിക്കുഴിയിൽ വീഴുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇതൊരു പാഠമായി തീരട്ടെ. ഇതൊരു തമാശയായി മാത്രം കാണരുത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്നേഹവാത്സല്യത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക. മിന്നുന്നതെല്ലാം കണ്ടു ഭ്രമിക്കാത്ത ഉൾക്കണ്ണ് അവർക്ക് നൽകുക. കണ്ണു വേണം ഇരുപുറമെപ്പോഴും, ഉൾ കണ്ണു വേണം, അണയാത്ത കണ്ണ്. ഇന്ന് സ്കൂളിൽ പോയിട്ട് എന്താ നിങ്ങൾ പഠിച്ചേ? ടീച്ചറമ്മ പാട്ട് പഠിപ്പിച്ചു തന്നോ അതോ പാഠം പഠിപ്പിച്ചോ? അന്നന്ന് പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ വന്ന് അന്നന്ന് തന്നെ പഠിക്കണേ. പരീക്ഷയ്ക്ക് ഒന്നാമതെത്താൻ ഈ കൃത്യനിഷ്ഠ തന്നെ വേണം. നമ്മുടെ കുന്നിമലയിലെ കുഞ്ഞുറുമ്പും കുണ്ടൻകുഴിയിലെ ചുണ്ടനെലിയും സഹപാഠികളാണ്. പഠിച്ചത് എന്താണെന്ന് അവരോട് ചോദിച്ചാൽ ഉടനടിയാ ഉത്തരം പറയുന്നത്. മിടുക്കന്മാരും മിടുക്കുകളുമായാൽ അങ്ങനെ തന്നെ വേണം. ഒന്നാം പാഠം പഠിച്ചതാര്? കുന്നിമലയിലെ കുഞ്ഞുറുമ്പ്. ഒന്നാം പാഠം പഠിച്ചതാര്? കുന്നിമലയിലെ കുഞ്ഞുറുമ്പ്. കുഞ്ഞുറുമ്പെ നീ പഠിച്ചതെന്തേ? താറാവ് താമരപ്പൂ. രണ്ടാം പാഠം പഠിച്ചതാര്? കുണ്ടൻകുഴിയിലെ ചുണ്ടനെലി. രണ്ടാം പാഠം പഠിച്ചതാര്? കുണ്ടൻകുഴിയിലെ ചുണ്ടനെലി. ചുണ്ടനെലി നീ പഠിച്ചിരുന്നേ? പാപ്പറ പപ്പടം പെപ്പറപ്പേ. എവിടുന്നോ ഒരു വഞ്ചിപ്പാട്ട് കേൾക്കുന്നല്ലോ. ആ, കുറ്റിക്കാട്ടിലെ ചന്ദനച്ചോലയിൽ നിന്നാ. കാണാൻ ചന്തമുള്ള വഞ്ചി തുഴഞ്ഞെടുക്കുകയാണ് ചിണ്ടൻമുയലും എലിപ്പെണ്ണും. ഓളങ്ങളെ കീറി മുറിച്ച് ഒരു അമ്പ് പോലെ കുതിച്ചെത്തുകയാണ് ഈ വഞ്ചി. വാ, നമുക്ക് ഈ ഇലപ്പടർപ്പുകളിലൂടെ ആ യാത്ര കാണാം. വഞ്ചിപ്പാട്ട് ഏറ്റുപാടാം.